Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ആർക്കെങ്കിലും മിസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ മിസ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അവരുടെ മനസ്സിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തി ഇമോഷണലി നിങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം ഞാൻ ഒരാളുമായിട്ട് വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആണെങ്കിൽ മാത്രമാണ് എനിക്ക് ആ വ്യക്തിയെ മിസ് ചെയ്യുകയുള്ളൂ. ആ വ്യക്തി എന്നോട് സംസാരിക്കാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് യാതൊരുവിധ അറിവും എന്നിലേക്ക് വരുന്നില്ലെങ്കിലൊക്കെയാണ് എനിക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഒരു മിസ്സിങ് ഫീൽ ചെയ്യുക. അതായത് അവിടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പൊ ഈ ഇമോഷണൽ അറ്റാച്ച്മെന്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക? ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നത് എപ്പോഴും ആ വ്യക്തിയുമായിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത്, ഇങ്ങനെ ജെന്യൂൻലി അല്ലെങ്കിൽ ഗ്രാജുവലി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജെന്യൂൻ ആയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുക എന്നുള്ളതാണ്. അതായത് അവരുടെ പാഷൻ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡ്രീംസ്, ഗോൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ നേരിടുന്ന ഓരോ ഫീലിങ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ. അവർക്ക് സങ്കടം വരുന്ന സമയം ഉണ്ടായിരിക്കും, അവർ സന്തോഷിക്കുന്ന സമയം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ചാലഞ്ച്, എന്തെങ്കിലും ഒരു തടസ്സം, ഒരു ബാരിയർ നേരിടേണ്ട ഒരു സമയം ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ ഓരോ ഇമോഷൻസ് അല്ലെങ്കിൽ ഓരോ സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കുക, എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് നിങ്ങളോടൊരു കണക്ഷൻ, അല്ലെങ്കിൽ ആ വ്യക്തി എൻ്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ് എന്നുള്ളൊരു ഫീലിംഗ് കിട്ടും എന്നുള്ളതാണ്. സോ ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളും ഒരു പാർട്ടാണ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അവരുമായിട്ട് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം ഫിസിക്കലി ആബ്സെന്റ് ആവുക എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്നും നിങ്ങൾ ഫിസിക്കലി ആബ്സെന്റ് ആയിട്ട് ആ വ്യക്തിക്ക് മിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യ പോയിന്റ് അവിടെ ഉണ്ടായിരിക്കണം. അതായത് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ആബ്സെന്റ് മാത്രമാണ് മിസ്സിങ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മനസ്സിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു മിസ്സിംഗ് ഫീൽ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായി നിങ്ങൾക്ക് രണ്ടാമതായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫിസിക്കലി ആബ്സെന്റ് ആവുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അവരുടെ മുമ്പിൽ പ്രസന്റ് ആകുന്നില്ല. ചിലപ്പോൾ അത് നിങ്ങളുടെ മെസ്സേജ്, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ ആബ്സെന്റ് ആവാം. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു ബ്രേക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു മിസ്സിംഗ് ഫീൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതെല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക റീസൺ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ മിസ്സിംഗ് ഫീൽ ഉണ്ടാക്കിയേക്കാം, അത് യാതൊരുവിധ റീസണും ഇല്ലാതെ ഉണ്ടാക്കുന്നതിൽ അതിനൊരു അർത്ഥമില്ല. മാത്രമല്ല അത് റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ബാധിക്കും എന്നുള്ളതാണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് ലൈഫിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു, നിങ്ങളുടെ കരിയറിലേക്ക് കുറെ കൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു, നിങ്ങൾക്ക് അത്രത്തോളം ടൈം അവരുമായിട്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഒരു ഫുൾ ടൈം ചാറ്റിനോടോ അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം കോളിങ്ങിന് സമയം കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ഉണ്ട്. ഇങ്ങനെ റീസൺ ഒന്നുമില്ലാതെ എന്നാൽ ഒരു മിസ്സിംഗ് ഫീൽ ഉണ്ടാക്കിയേക്കാം എന്ന രീതിയിൽ നിങ്ങൾ ആബ്സെന്റ് ആവരുത്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള വേ അല്ല. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ മറ്റൊരു കാര്യത്തിന് പ്രയോറിറ്റി നൽകേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു റീസൺ ആണ്. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തീരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബീസ്, നിങ്ങളുടെ സ്കില്ലുകൾ, ഇതൊന്നും ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ യാതൊരുവിധ എഫേർട്ടും എടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ ബ്രേക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ്, ഒരു ഫിസിക്കൽ ആബ്സെന്റ് അവിടെ വരുന്നുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് നിങ്ങൾ
നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല ഇങ്ങനെ ഫിസിക്കലി ആബ്സെന്റ് ആവുന്ന സമയത്ത് കുറെ കൂടി സ്പേസ് അല്ലെങ്കിൽ കുറെ കൂടി ടൈം കിട്ടുകയാണ്. നിങ്ങളുടെ കേസ് ആണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ലൈഫിലാണെങ്കിലും ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ലഭിക്കും എന്നുള്ളതാണ്. അത് അവനവന് വേണ്ടിയിട്ട് സ്വയം സെൽഫ് ഇംപ്രൂവ്മെന്റിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ഉണ്ടായിക്കൊണ്ട് ഒരു ഫിസിക്കലി ആബ്സെന്റ് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യും എന്നുള്ളതാണ്, നിങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആണെങ്കിൽ. മൂന്നാമതായി ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തിയുമായിട്ട് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് അവരെ കുറിച്ച് ആലോചിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴോ അങ്ങനെ നല്ല ദിവസങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നല്ല മൊമെന്റ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു, എനിക്കിപ്പോൾ അത് മിസ്സാവുന്നുണ്ട്, അങ്ങനെയുള്ളൊരു തോന്നലെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ അവിടെ ക്വാളിറ്റി ടൈം എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ആ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് പല ആളുകൾക്കും എങ്ങനെയാണ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ളത് ഒരു പക്ഷെ അറിയാമായിരിക്കാം, എന്നാലും അത് പലപ്പോഴായി അശ്രദ്ധ മൂലം അങ്ങനെ മാറിപ്പോകുന്നതായിരിക്കാം. മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടത്തിയാൽ പോലും അതൊരു ക്വാളിറ്റി ടൈമാണ് അല്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമായിരിക്കും. അതായത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് നടത്താം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യത്തിന് അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കാം. ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി ടൈം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ ആ നിമിഷം ഇനിയും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലെങ്കിലും അവരിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ ബി ഷുവർ നിങ്ങൾക്കിടയിൽ ഒരു ക്വാളിറ്റി ടൈം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ലവ് ലാംഗ്വേജ് ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരിലേക്ക് ആ ഒരു ലവ്, നിങ്ങളിലുള്ള ആ ഒരു ലവ് അല്ലെങ്കിൽ അഫെക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വേർഡ്സ് അല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് എന്തായിരിക്കും, അപ്രീസിയേഷൻ കൊടുക്കുക അല്ലെങ്കിൽ അത് കേൾക്കുക, അവരെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കുക, ഇതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും. സോ ഓരോ ആളുകളുടെ ലവ് ലാംഗ്വേജും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരുടെ ലവ് ലാംഗ്വേജ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ലവ് ലാംഗ്വേജ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് ആ രീതിയിൽ അവർക്ക് അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മെമ്മറി കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നെക്സ്റ്റ്, ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും തുറന്ന് സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരു ആബ്സെന്റ്, അവരുടെ ലൈഫിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ ഇതാണ്, ഇത്ര ദിവസം എന്നെ വിളിച്ചാൽ കിട്ടില്ല അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ കിട്ടില്ല. ഇത്തരത്തിൽ വളരെ ക്ലിയർ ആയിട്ട് വളരെ ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ മനസ്സിൽ ഒരിക്കലും നിങ്ങളെക്കുറിച്ചൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയില്ല. മറിച്ച് നിങ്ങളെപ്പോൾ വരും അല്ലെങ്കിൽ നിങ്ങളെപ്പോൾ ഫ്രീ ആകും അതിനെക്കുറിച്ചായിരിക്കും അവരെപ്പോഴും ആലോചിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രാം തീയതി അല്ലെങ്കിൽ ഇന്ന ദിവസത്തിൽ അവർ വീണ്ടും ഒരു റീകണക്ട് പോസിബിൾ ആണ് എന്നുള്ളതൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ഒരു പോസിറ്റീവായ രീതിയിലായിരിക്കും എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അതവിടെ ഒരു ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഹോണസ്റ്റ് ആയിട്ട് ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുക. എന്നാൽ ഒന്നും പറയാതെ ആബ്സെന്റ് ആവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല ഇമ്പാക്ട് ചെയ്യുക. നേരെ തിരിച്ചായിരിക്കും, നിങ്ങളെക്കുറിച്ചൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും, അല്ലെങ്കിൽ ഒന്നും ക്ലിയർ ആയി സംസാരിക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈനിങ് വരും. ഇത്തരത്തിൽ കൂടുതലായിട്ട് നെഗറ്റീവായിട്ടായിരിക്കും അത് ഇമ്പാക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹോണസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം അവരെക്കുറിച്ച് കൺസേൺഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് അവരെ അറിയിക്കാനും സാധിക്കും എന്നുള്ളതാണ്. സോ ഈ പറഞ്ഞ രീതിയിലൂടെയൊക്കെയാണ് നിങ്ങൾ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളോട് ഒരു അറ്റാച്ച്മെന്റ്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പോസിറ്റീവായ രീതിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ ആബ്സെന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ഫിസിക്കൽ ആബ്സെന്റ് പോലും അവരുടെ മനസ്സിൽ ഒരു മിസ്സിംഗ് ഫീൽ, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അവരിൽ മിസ്സിംഗ് ഉണ്ടാക്കും എന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ മനസ്സിൽ, നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ അവർ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരിൽ ഒരു മിസ്സിംഗ് ഫീൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ
ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. സോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്